നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അൽ ഫലാഹ് നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്ന് പലരും പറയാറുണ്ട്, അല്ലെങ്കിൽ അതിന്റെ റിക്രൂട്ട്മെന്റ് ഒക്കെ തന്നെ പലയിടത്തിലും നടക്കാറുണ്ടെന്ന് പറയുന്നു. എന്നാൽ അത്തരത്തിൽ കേരളത്തിലെ അൽ ഫലാഹിലെ റിക്രൂട്ട്മെന്റ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്നുണ്ടോ എന്ന് സംശയം തോന്നുകയാണ് ഏറ്റവും ഒടുവിൽ വരുന്ന തിരുവനന്തപുരത്ത് നിന്നും വരുന്ന ഒരു വാർത്ത കേൾക്കുമ്പോൾ. ഫരീദാബാദിലെ അൽ ഫലാഹ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുമായി ബന്ധമുള്ള 3 വിദേശികളിൽ ഒരാൾ ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഭീകര മൊഡ്യൂളിൽ പ്രതിയാണ്. എൻക്രിപ്റ്റ് ചെയ്ത ആപ്പുകൾ വഴി ബോംബുകൾ നിർമ്മിക്കുന്നതിനെ കുറിച്ച് ഉള്ള 42 വീഡിയോകൾ എൻക്രിപ്റ്റ് ചെയ്ത ആപ്പുകൾ വഴി ബോംബുകൾ നിർമ്മിക്കുന്നതിനെ കുറിച്ചുള്ള 42 വീഡിയോകൾ അറസ്റ്റിലായ ഡോക്ടർമാരിൽ ഒരാളായ മുസമിൽ അഹമ്മദ് ഗനിയയ്ക്ക് അയച്ചു കൊടുത്തതായി അന്വേഷണ ഉദ്യോഗസ്ഥർ ദ ഇന്ത്യൻ എക്സ്പ്രസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. സ്ഫോടനം നടത്തിയ ഉമർ നബിയുടെ സഹപ്രവർത്തകനും കൂട്ടാളിയുമായിരുന്നു ഖനായി. ബോംബ് നിർമ്മിക്കാനും ചാവേർ ആക്രമണത്തിന്റെ പാതയിലേക്ക് വരെ തള്ളിവിടാനും മൊഡ്യൂളിനെ സഹായിച്ചതായി അന്വേഷകരിൽ നിന്ന് വ്യക്തമാവുകയാണ്. ഐഡന്റിറ്റികളും സമീപകാലത്ത് ഇന്ത്യയിൽ നടന്ന സമാനമായ DIY ബോംബിംഗ് രീതിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ട സുരക്ഷാ ഏജൻസികൾ ഇപ്പോൾ പരിശോധിച്ചു വരികയാണ് എന്ന് ഡൽഹി അന്വേഷണവുമായി പരിചയമുള്ള കർണാടക വൃത്തങ്ങൾ തന്നെ പറയുന്നുണ്ട്. ഇനി നേരത്തെ പറഞ്ഞ കേരള റിക്രൂട്ട്മെന്റ്, തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലെ IS കേസിൽ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ്. കേസിൽ കുട്ടിയുടെ മൊഴിയാണ് നടുക്കുന്നത്. ISൽ ചേരാൻ നിർബന്ധിച്ച അമ്മയുടെ സുഹൃത്ത് ക്രൂര വീഡിയോ ദൃശ്യം കാണിച്ചിരുന്നു എന്ന 16-കാരന്റെ മൊഴിയുടെ വിവരങ്ങളാണ് നടക്കുന്നത്. ISന്റെ ആശയങ്ങളിലേക്ക് ആകർഷിക്കാൻ വേണ്ടി തീവ്ര ശ്രമങ്ങളാണ് ഇയാൾ നടത്തിയത് എന്നാണ് വിവരം. ISന്റെ ഉത്ഭവത്തെക്കുറിച്ച് ഉൾപ്പെടെ പറഞ്ഞുകൊടുത്തിരുന്ന ഇയാൾ IS തീവ്രവാദികൾ ജനങ്ങളെ കൊല്ലുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സ്ഥിരമായി കാണിച്ചിരുന്നു എന്നാണ് കുട്ടി വെഞ്ഞാറമൂട് പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. പ്രഷർ കുക്കർ ബോംബ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പഠിച്ചെന്നും മൊഴിയിലുണ്ട്. ഷാൾ ഉപയോഗിച്ച് മുഖം മറച്ച ശേഷം യുവതിയെയും മകനെയും തീവ്രവാദ ആശയങ്ങൾ പഠിപ്പിക്കുന്നതിന്റെ ചിത്രമെടുത്ത് അയാൾ മറ്റാർക്കോ അയച്ചിരുന്നതായും കുട്ടി മൊഴി നൽകി. യുവതിയുടെ ഭർത്താവും സുഹൃത്തും തമ്മിൽ വഴക്കുണ്ടാവുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് പോലീസ് എത്തി അമ്മയെയും യുവാവിനെയും ചോദ്യം ചെയ്തിരുന്നു. അമ്മയുടെയും അച്ഛന്റെയും പേരിലുള്ള വസ്തു തന്റെ പേരിലാക്കണമെന്ന് പറഞ്ഞാണ് ഇംഗ്ലണ്ടിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചയച്ചതെന്നും അമ്മയുടെ സഹോദരിക്കൊപ്പമാണ് നാട്ടിലെത്തിയതെന്നും കുട്ടി മൊഴി നൽകി. പോലീസും തീവ്രവാദ വിരുദ്ധ സെല്ലും കുട്ടിയുടെ മൊഴി പരിശോധിച്ചു വരികയാണ്. കേസിൽ വിശദ അന്വേഷണവുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. 2019 കനകമല IS റിക്രൂട്ട്മെന്റ് കേസിൽ ചോദ്യം ചെയ്യപ്പെട്ട കന്യാകുളങ്ങര സ്വദേശിക്ക് ഈ സംഭവവുമായി ബന്ധമുണ്ടോ എന്നും പരിശോധിക്കുന്നു. കേസിലെ പ്രതിയായ യുവതിയുടെ സുഹൃത്തിന്റെ സഹോദരനാണ് ഇയാൾ. നിലവിൽ UPA ചുമത്തിയ കേസ് ദേശീയ അന്വേഷണ ഏജൻസിക്ക് വിടാൻ പോലീസ് മേധാവി ശുപാർശ ചെയ്തേക്കും. നെടുമങ്ങാട് സ്വദേശിയായ യുവതി മതം മാറിയാണ് പന്തളം സ്വദേശിയെ വിവാഹം ചെയ്തത്. തുടർന്ന് നേഴ്സായി ജോലി ലഭിച്ച ഭർത്താവിനൊപ്പം ഇംഗ്ലണ്ടിൽ താമസമാക്കി. അവിടെ വെച്ചാണ് വെമ്പായം സ്വദേശിയെ പരിചയപ്പെടുന്നതും ഇവരുടെ വീട്ടിൽ അയാളും താമസം തുടങ്ങിയതും. വെമ്പായം സ്വദേശിയും യുവതിയും തമ്മിലുള്ള അടുപ്പവും അയാളുടെ തീവ്രവാദ ആഭിമുഖ്യവും യുവതിയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് വഴിവെച്ചു. ഭർത്താവ് നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. പിന്നീട് യുവതി പ്രസവത്തിനായി നാട്ടിലെത്തിയപ്പോൾ കുട്ടിയും യുവതിയുടെ സുഹൃത്തും മാത്രമാണ് ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്നത്. ആ സമയത്താണ് സുഹൃത്ത് കുട്ടിയെ ISൽ ചേരാൻ നിർബന്ധിച്ചത് എന്നാണ് പോലീസിന് ലഭിച്ച മൊഴി. അമ്മയുള്ളപ്പോഴും കുട്ടിയെ തീവ്രവാദ ഗ്രൂപ്പിൽ എത്തിക്കാൻ സുഹൃത്ത് ശ്രമിച്ചിരുന്നു അമ്മ കൂട്ടുനിന്നുവെന്നും കുട്ടിയുടെ മൊഴിയിൽ പറയുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞ് നാട്ടിലെത്തിയ കുട്ടിയെ സ്വീകരിച്ചത് യുവതിയുടെ ഇംഗ്ലണ്ടിലെ സുഹൃത്തിന്റെ സഹോദരനായിരുന്നു. ഇയാളെ നേരത്തെ കനകമല കേസിൽ ചോദ്യം ചെയ്തിരുന്നുവെന്നാണ് വിവരം. ഇയാൾ കുട്ടിയെ ആറ്റിങ്ങലിന് സമീപത്തെ അനാഥാലയത്തിൽ എത്തിച്ചു. കുട്ടിയിൽ സ്വഭാവമാറ്റം കണ്ട് അനാഥാലയം അധികൃതർ കുട്ടിയുടെ പിതാവിനെ അറിയിക്കുകയായിരുന്നു. അദ്ദേഹം വെഞ്ഞാറമൂട്ടിലെത്തി പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് കുട്ടിയുടെ മൊഴി എടുത്തത്. കുട്ടി ഇപ്പോൾ പിതാവിന്റെ ബന്ധുക്കളുടെ സംരക്ഷണത്തിലാണ്. യുവതിയുടെ സുഹൃത്ത് കുട്ടിയെ തീവ്രവാദികളുടെ അടുത്തേക്ക് കൊണ്ടുപോയിരുന്നുവെന്ന് സംശയിക്കാത്തക്ക മൊഴിയും ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ആറ്റിങ്ങൽ DYSP അന്വേഷിക്കുന്ന കേസിൽ തീവ്രവിരുദ്ധ സ്ക്വാഡും വിവരങ്ങൾ പരിശോധിക്കുന്നുണ്ട്. NIAയും വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. എന്തായാലും ഇത് നമുക്ക് സംശയത്തിന് ഇട നൽകുന്നുണ്ട്. അതായത് കേരളത്തിലെ അൽ ഫലാഹിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണോ ഇതെന്ന് പോലും സംശയിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും ഫരീദാബാദ് അൽ ഫലാഹ് സർവകലാശാലയെ വെറുതെ വിടാൻ എന്തായാലും തീരുമാനിച്ചിട്ടില്ല. വർഷങ്ങളോളം ആരും അറിയാതെ പ്രവർത്തിച്ച തീവ്രവാദ സെല്ലിന്റെ തീവ്രവാദ ബന്ധങ്ങൾ അന്വേഷിക്കാൻ ഫരീദാബാദ് പോലീസ് SIT രൂപീകരിച്ചു. ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട പല കേന്ദ്ര ഏജൻസികളും സമാന്തരമായ അന്വേഷണം തുടങ്ങുന്നതിന്റെ
പശ്ചാത്തലത്തിലാണ് നടപടി. ആദ്യഘട്ട അന്വേഷണത്തിൽ ഡൽഹി സ്ഫോടനത്തിന് ഉപയോഗിച്ച ബോംബ് സാമഗ്രികൾ ഫരീദാബാദിലെ താജ് ഗ്രാമത്തിൽ നിന്നാണ് എത്തിച്ചത് എന്ന തെളിവുകൾ പുറത്ത് വന്നിട്ടുണ്ട്. സ്ഫോടക വസ്തുക്കളുടെ സ്രോതസ്, സംഭരണം, ഗതാഗത രേഖ എന്നിവയെല്ലാം SIT ഇപ്പോൾ സൂക്ഷ്മമായി പരിശോധിക്കുന്നുണ്ട്. 2 ACPമാരുടെ നേതൃത്വത്തിലുള്ള SIT സർവകലാശാലയുടെ പ്രവർത്തന രീതി, ധനസ്രോതസ്സുകൾ, പുറത്തുനിന്നുള്ള പിന്തുണാ ശൃംഖല എന്നിവയെല്ലാം ഉൾപ്പെടുത്തി സമഗ്രമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയാണ്. പ്രതി ഡോക്ടർമാർ സർവകലാശാലയെ സേഫ് ഹബ്ബ് ആക്കി എങ്ങനെ ഉപയോഗിച്ചുവെന്നതും സംഘം അന്വേഷിക്കും. സർവകലാശാല ക്യാമ്പസിൽ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കുകയും ഫരീദാബാദിൽ നിന്ന് ഡൽഹിയിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യുമ്പോൾ ഒരു ഏജൻസിക്കും വിവരം ലഭിക്കാതിരിക്കാൻ സഹായിച്ച ബന്ധങ്ങൾ എന്തെല്ലാമാണ് എന്നതും സ്പെഷ്യൽ ടീം മാപ്പ് ചെയ്യുകയാണ്. സമീപ ഗ്രാമങ്ങളിൽ നിന്നുള്ള പ്രാദേശിക പിന്തുണയടക്കം സംശയാസ്പദ ശൃംഖലകളെല്ലാം പരിശോധനയിൽ ഉണ്ട്. അന്വേഷണം ആരംഭിച്ച ഉടനെ തന്നെ അൽ ഫലാഹ് സർവകലാശാലയിലെ ചില അധ്യാപകർ കാണാതായതായും റിപ്പോർട്ടുകളുണ്ട്. ഇത് അന്വേഷണം കൂടുതൽ ഗുരുതരമാക്കുന്നുവെന്ന് ഫരീദാബാദ് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി. ഹരിയാന DGP OP സിംഗ് ചൊവ്വാഴ്ച ക്യാമ്പസ് സന്ദർശിച്ച സർവകലാശാലയുടെ ആന്തരിക സുരക്ഷാ സംവിധാനം പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് എന്ന കർശന അഭിപ്രായവും രേഖപ്പെടുത്തി. കേസ് വ്യക്തിപരമായി മേൽനോട്ടം വഹിക്കാനും ഫ്രണ്ടിൽ നിന്ന് തന്നെ നേതൃത്വം എടുക്കാനും ജില്ലാ കളക്ടറോടും പോലീസ് കമ്മീഷണറോടും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡൽഹി സ്ഫോടനത്തെ തുടർന്ന് ഉയർന്ന സുരക്ഷാ ആശങ്കകൾ കാരണം അൽ ഫലാഹ് സർവകലാശാലയെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി സംഘടിപ്പിക്കുന്ന നോർത്ത് സോൺ ഇന്റർ യൂണിവേഴ്സിറ്റി ക്രിക്കറ്റ് ടൂർണമെന്റിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. നവംബർ 22-ന് വയ്ക്കാൻ നിശ്ചയിച്ചിരുന്ന അൽ ഫലാഹ് മനവ് രചന സർവകലാശാല മത്സരം റദ്ദാക്കിയതായും സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. എല്ലാ ബന്ധങ്ങളെയും വഴികളെയും തെളിവുകളെയും ചേർത്ത് ഡൽഹി സ്ഫോടനത്തിന് പിന്നിൽ തീവ്രവാദ സംഘത്തിന്റെ പ്രവർത്തന രീതി പുനഃസൃഷ്ടിക്കുക എന്നതാണ് SITയുടെ പ്രധാന ദൌത്യം. അന്വേഷണം പുരോഗമിക്കുമ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും പോലീസ് അറിയിച്ചിരിക്കുകയാണ്.